ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ലക്ഷ്മി. നമുക്കിതൊരു മോട്ടിവേഷനെ കുറിച്ച് സംസാരിച്ചാലോ? നമ്മളെ തന്നെയാണ് മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? നമുക്ക് പലരും മോട്ടിവേഷൻ, പലരുടെയും കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വളരെയധികം പ്രചോദനമായിരുന്നു ഉൾക്കൊള്ളാറുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് അറ്റൈൻ ചെയ്യാൻ പറ്റൂ, ഇല്ലേ? നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള പൊട്ടിപ്പോയ ചില്ല് കഷ്ണങ്ങൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്കാർ ക്രിയേറ്റീവായിട്ട് ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുണ്ട്. അത് നമുക്ക് വെറുതെ എടുത്ത് കളയണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു. പക്ഷേ അതിലൊരു ക്രിയേറ്റിവിറ്റി കണ്ടെത്തുന്നതാണ് അവരുടെ വിജയം, അല്ലേ? അതിൽ നമുക്ക് തകർച്ചകളുണ്ടാവും, അതെല്ലാവർക്കും സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. നിരാശയിലും വെറുപ്പിലും നമ്മുടെ സന്തോഷമില്ലായ്മയിലും ഒക്കെ നമ്മൾ ഒന്നും ചെയ്യാതെ തള്ളി നീക്കിയാൽ നമ്മളും വെറുതെ ഉള്ള പൊട്ടിപ്പോയ ഒരു ചില്ല് കഷ്ണം പോലെ ആയിപ്പോവും. പക്ഷേ ആ തകർന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ നല്ല ഒരു സക്സസ്സിലായിട്ട് പുതിയ രൂപവും അല്ലെങ്കിൽ ഒരു പുതിയ ഭാവവും പുതിയ മാറ്റവും ഒക്കെ ആയിട്ട് നമ്മൾ വിജയങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സാധിക്കും. അതുപോലെ തന്നെ ജോലിയിലാണെങ്കിലും നമ്മുടെ ലൈഫിലാണെങ്കിലും അതുപോലെ ബിസിനസ്സിലാണെങ്കിലും കുട്ടികളുടെ സ്റ്റഡീസിലൊക്കെ ആണെങ്കിലും ഒക്കെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് കുട്ടികളാണെങ്കിലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു തവണ നമുക്ക് മാർക്ക് പറഞ്ഞു, അപ്പം എനിക്ക് പഠിക്കാൻ പറ്റില്ല എന്ന് ചിന്തിക്കുന്നതിനപ്പുറം എന്നെക്കൊണ്ട് പറ്റും, എനിക്ക് എവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത് എന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമുക്ക് എവിടെയാണ് തെറ്റ് പറ്റുന്നത് അത് കറക്റ്റ് ചെയ്യാൻ നമുക്കത് സ്വമേധയാ കറക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ലീഡ് ചെയ്യുന്നത് ഒരു സക്സസ്സിലോട്ട് തന്നെയായിരിക്കും. എല്ലാവരുടെയും ലൈഫിലുള്ളതാണ് ഓരോ തകർച്ചകൾ, ചിലപ്പോൾ തിരിച്ചടികൾ, പരാജയങ്ങൾ, അപമാനം, അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ. ഇതെല്ലാം ഒരു അവസാനമൊന്നുമല്ല, മറിച്ച് പുതിയൊരു മാറ്റത്തിൻ്റെ ആരംഭമാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് തുടങ്ങുന്ന ആ നിമിഷം, ആ ഒരൊറ്റ സെക്കൻഡ് മതി നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ്സിലോട്ടുള്ള നമ്മുടെ യാത്ര തുടങ്ങാനായിട്ട്. അത് മറ്റൊരു ഫ്ലെക്സിബിലിറ്റിയാണ്. അതായത് നമ്മൾ സ്വയം മാറാൻ തയ്യാറാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. മറിച്ച് നമ്മൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടി നമ്മുടെ ഹെൽത്ത് പ്രോബ്ലം ആവും, നമ്മുടെ മൈൻഡ് വളരെ അധികം ഡിസ്റ്റർബ്ഡ് ആകും, നമുക്കൊന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത അവസ്ഥയിൽ എത്തിച്ചേരും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്തേക്ക് വരാം, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് നമ്മളത് കറക്റ്റ് ചെയ്ത് അതിലൂടെ പുറത്തേക്ക് വരികയാണ് ചെയ്യേണ്ടത്. ജീവിതത്തിൽ മാറ്റം വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി എന്തായാലും, അത് ഏത് ബിസിനസ് ആയിക്കോട്ടെ, നമ്മുടെ ലൈഫായിക്കോട്ടെ, നമ്മുടെ കുട്ടികളുടെ സ്റ്റഡീസ്, പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, അവർക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി എന്തായാലും ഉണ്ടാവണം. അതുപോലെ തന്നെ എൻ്റെ അഭിപ്രായം മാത്രമാണ് ശരി എന്ന് ചിന്തിക്കരുത്. ഇപ്പം നമുക്ക് ക്ലോസ് ആയിട്ടുള്ളവരോട് ചോദിക്കും, എനിക്ക് എവിടെയാണ് തെറ്റിയത്, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്താൽ കറക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം ഷെയർ ചെയ്യുക, തുറന്ന് പറയുക. അപ്പോൾ അവർ പറയുന്ന അഭിപ്രായം നമുക്ക് അല്ലാതെ ഞാനാണ് ശരി എന്നതിനപ്പുറം, ഞാൻ ചിന്തിച്ച് വച്ചേക്കുന്നതാണ് ശരി എന്ന് ചിന്തിക്കുന്നതിനപ്പുറം നമ്മൾ മറ്റൊരാളുടെ വാക്കുകൊണ്ട് നമുക്ക് വളരെയധികം, നമ്മൾ ആ വാക്ക് കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യണം എന്നല്ല, പക്ഷെ എന്നാൽ പോലും നമ്മൾ മറ്റൊരാളോട് അഭിപ്രായം ചോദിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മളോട് വളരെയധികം സ്നേഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളും പറഞ്ഞു തരും. നമ്മുടെ പോസിറ്റീവ് മാത്രമല്ല, നമ്മളിലുണ്ടാവുന്ന നെഗറ്റീവ് കാര്യങ്ങളും കൂടെ തുറന്ന് പറഞ്ഞു തരുന്നവരായിരിക്കും. നല്ല ആളുകൾ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ അത് പോസിറ്റീവ് എനർജി ആയിരിക്കും നമ്മളിൽ നിറയ്ക്കുന്നത്. അവർ നമുക്ക് നൽകുന്നത് ചിലപ്പോൾ അവർ തരുന്ന ഒരു മെസ്സേജ്, അതായത് നമ്മുടെ കറക്ഷൻ പറഞ്ഞ് തിരുത്തി നമ്മൾ നമ്മുടെ സക്സസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും സന്തോഷവും, അതുപോലെ ഒരു ഹോപ്പ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ലൈഫിനൊരു കംപ്ലീറ്റ് ഒരു പോസിറ്റിവിറ്റി ആയിരിക്കും നല്ല ആൾക്കാരിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. മുള്ളുകൾക്കിടയിൽ നിൽക്കുമ്പോഴും സുഗന്ധം പരത്തുന്ന നമ്മുടെ റോസാപ്പൂക്കളെ പോലെ, അതുപോലെ ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും നമുക്ക് നെഗറ്റീവായിട്ട് നിൽക്കുന്ന സ്വഭാവമുള്ളവരുടെ ഇടയിലായിരിക്കുമ്പോഴും
നമ്മളിൽ നന്മയുടെ സുഗന്ധം പരത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ പ്രവൃത്തികളിലും നന്മകൾ നിറയ്ക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് കംപ്ലീറ്റ്ലി പോസിറ്റീവായിട്ട് നിർത്താൻ പറ്റും. ജീവിതത്തിലാകെ നമുക്ക് എന്തുണ്ടാവും, ഉയരങ്ങളിലേക്കുള്ള വഴി തുറന്ന് തന്നെ കിട്ടും. പോസിറ്റീവായി ചിന്തിക്കാം. നമുക്ക് നമ്മുടെ ലൈഫിൽ സക്സസ് അറ്റൈൻ ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.